ഒരുമിച്ച് പോകാൻ സാധിക്കാത്തവർ വിവാഹമോചനം നേടുന്നതാണ് ഏറ്റവും നല്ല പോംവഴി. അങ്ങനെ പറയുമ്പോഴും അതിനിടയിൽ പലപ്പോഴും പെട്ടുപോകുന്നതും ബലിയാടാകുന്നതും കുഞ്ഞുമക്കളും അവരുടെ ബാല്യവും സന്തോഷങ്ങളുമൊക്കെ ആയിരിക്കും. അതുതന്നെയാണ് കണ്ണൂർ രാമന്തളിയിൽ ഇന്നലെ രാത്രി സംഭവിച്ചതും. 38കാരനായ കലാധരനും ഭാര്യയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. അതിനിടയിൽ പെട്ടുപോയത് 5 വയസ്സുകാരിയായ മകൾ ഹിമയും 2 വയസ്സ് മാത്രമുള്ള മകൻ കണ്ണനുമാണ്. ദാമ്പത്യം വിവാഹമോചനത്തിലേക്ക് എത്തിയപ്പോൾ കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിടാനും കോടതി ഉത്തരവായി. എന്നാൽ അമ്മയ്ക്കൊപ്പം പോകാൻ 2 കുട്ടികൾക്കും സമ്മതമുണ്ടായിരുന്നില്ല. അവർക്കിഷ്ടവുമായിരുന്നില്ല. അച്ഛനെ വിട്ടുപോകാൻ മക്കൾ തയ്യാറാകാതിരുന്നതോടെ ഭാര്യ കുട്ടികളെ സ്വന്തമാക്കുവാൻ പോലീസ് സഹായം തേടിയിരുന്നു. പോലീസിനെയും കൂട്ടി ഭാര്യ വീട്ടുകാർ എത്തുന്നുണ്ടെന്ന മുന്നറിയിപ്പ് സന്ദേശം കലാധരന്റെ അച്ഛന്റെ ഫോണിലേക്ക് ലഭിച്ചതോടെ വിവരം കലാധരനും അറിഞ്ഞു. പിന്നാലെ ഒരു കൂട്ട ആത്മഹത്യയുടെ നടുക്കുന്ന വിവരമാണ് പുറത്തുവന്നത്. 6 വർഷം മുമ്പായിരുന്നു കലാധരൻ വിവാഹിതനായത്. 2 മക്കളും ജനിച്ചു. പിന്നാലെയാണ് ഭാര്യയുമായുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് കുടുംബ കോടതിയിലേക്ക് എത്തിയത്. അവിടെ നടന്നു വന്നിരുന്ന കേസിലെ വിധിയാണ് ഇത്തരമൊരു കടും കൈയിലേക്ക് കലാധരനെ നയിച്ചത്. മക്കളെ അമ്മയ്ക്കൊപ്പം വിട്ടുനൽകണമെന്ന കോടതി ഉത്തരവ് കലാധരനെ മാനസികമായി തകർത്തിരുന്നു. പാചകത്തൊഴിലാളിയായ കലാധരന് കുട്ടികളെ വിട്ടുനൽകുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. മക്കൾക്ക് അച്ഛനൊപ്പം നിൽക്കാനായിരുന്നു ഇഷ്ടവും. ഇതോടെ കോടതി ഉത്തരവ് നടപ്പിലാക്കുവാൻ ഭാര്യ വീട്ടുകാർ പോലീസിന്റെ സഹായം തേടിയിരുന്നു. കുട്ടികളെ ഇന്ന് ചൊവ്വാഴ്ച ഹാജരാക്കണമെന്ന് പോലീസ് കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനെ ഫോണിലൂടെ നിർദ്ദേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് കൂട്ട ആത്മഹത്യ നടന്നത്. ഓട്ടോ ഡ്രൈവറായ ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് രാത്രി 9 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വീട് അകത്തുനിന്നും പൂട്ടിയ നിലയിൽ കണ്ടത്. പലതവണ വിളിച്ചിട്ടും പ്രതികരണമില്ലാതിരുന്നതിനെ തുടർന്ന് സിറ്റൗട്ടിൽ പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചു. അദ്ദേഹം ഉടൻ തന്നെ ഈ കത്ത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി വീടിന്റെ വാതിൽ തകർത്താണ് ഉള്ളിൽ പ്രവേശിച്ചത്. അപ്പോഴാണ് കലാധരനും അമ്മ ഉഷയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ തറയിൽ കിടക്കുന്ന നിലയിലും കണ്ടത്. കുട്ടികൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം മുതിർന്നവർ ജീവനൊടുക്കിയതാകാമെന്നാണ് കരുതുന്നത്. മക്കളെ അമ്മയ്ക്കൊപ്പം വിടണമെന്ന കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദാരുണമായ കൂട്ടമരണം സംഭവിച്ചത് എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഭാര്യയുമായി കലാധരന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏറെ പ്രതിസന്ധി നിറഞ്ഞ മറ്റു പ്രശ്നങ്ങളുമുണ്ട്. കേസും വഴക്കുമെല്ലാം ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.